ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നമുക്ക് നേരെ ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അപ്പു പൂജയെ സത്യങ്ങളൊക്കെ പറഞ്ഞു ധരിപ്പിക്കുകയാണ്. പങ്കജ് ഒരു പെണ്ണുപിടിയനാണ് എന്നുള്ള രീതിയിലൊക്കെ അപ്പു സംസാരിക്കുമ്പോഴത്തേക്കിനും ആ ഒരു വീഡിയോയും കൂടെ കണ്ടു കഴിയുമ്പം നമ്മുടെ പൂജയാണെങ്കിൽ ഇവൻ ഇത്രയും വലിയൊരു ഭീകരനാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ദേ നിനക്കുള്ള തെളിവ് കൈയോടെ തന്നെ കാണിച്ചു തരാം, നിനക്ക് നേരി കണ്ടാലേ മനസ്സിലാകുള്ളൂ എന്നും പറഞ്ഞ് അപ്പു പൂജയും കൂട്ടി പങ്കജും ആ പെണ്ണുമുള്ള ഹോട്ടൽ റൂമിലേക്ക് എത്തുകയാണ്. അവിടെ വന്ന പാടെ തന്നെ നമ്മളെ കാണിക്കുന്നത് പങ്കജും അവളും കൂടെ ഒരു ബെഡിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പം അവിടെ ഇവരിങ്ങനെ കിടക്കുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിക്കുകയാണ്. ആരായിരിക്കും എന്നും പറഞ്ഞ് അവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അത് മിക്കവാറും ഞാൻ ഫുഡ് ഓർഡർ ചെയ്തല്ലോ, ആ ഫുഡും കൊണ്ട് വന്നതായിരിക്കും, ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് പങ്കജ് പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു. അപ്പൊ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പു വന്ന് മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പുവിനെ കണ്ടതും പങ്കജ് ശരിക്കൊന്ന് ഞെട്ടി. ഇവൻ എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് നീ എന്താടാ കരുതിയിരുന്നത്? ഇത്രയും കാലമുള്ള നിന്റെ ഈ പരിപാടി അത് ഞാൻ കണ്ടുപിടിക്കില്ലെന്നാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ പൂജ പങ്കജിന് മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. പൂജയെ കണ്ടപാടെ തന്നെ അപ്പു ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനില്ലാതെ നമ്മുടെ പങ്കജ് അവിടെ അങ്ങനെ ബ്ലിങ്ങസ്യാന്നും പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിൽ എടാ നീ ഇത്രയും വലിയൊരു ചതിയനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്നെ ആണല്ലോ വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ രഞ്ജിതാൻ്റിക്ക് വാക്കൊക്കെ കൊടുത്തത് നീയും നിന്റെ അമ്മയും അച്ഛനും ഒക്കെ കൂടി എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജ ഇങ്ങനെ ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ പങ്കജനാണെങ്കിൽ എന്ത് പറയണോന്നറിയില്ല. പൂജ നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പങ്കജ് ഒന്ന് തപ്പിക്കളിക്കുന്നുണ്ടെങ്കിലും കൈയോട് കൂടി പിടിച്ചല്ലോ. അപ്പം അകത്ത് നിന്ന് ഒരു പെണ്ണിങ് ഇറങ്ങി വരുന്നത് നമ്മുടെ പൂജ കണ്ടു. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ പങ്കജിന് പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല, പങ്കജ് പെട്ടത് തന്നെയാണ്. അപ്പൊ പങ്കജ് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അപ്പു പറഞ്ഞു, ദേ പൂജ എന്താണ് ഇവന് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ അങ്ങ് കൊടുത്തേര്, ഇനി വെച്ച് താമസിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ഇത്രയും കാലവും തന്നെ പറഞ്ഞു കളിപ്പിച്ചതും അതുപോലെ തൻ്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞതും തൻ്റെ അപ്പുവേട്ടനെ തന്നിൽ നിന്നും അകറ്റിയതും തൻ്റെ അമ്മയെയും തന്നെയും തമ്മിലുള്ള രീതിയിൽ അതും അകറ്റാൻ ശ്രമിച്ചതും ഒക്കെ ഇവനും ഇവന്റെ അമ്മയും തമ്മിലുള്ള ബുദ്ധിയാണെന്ന് മനസ്സിലാക്കിയ പൂജയാണെങ്കിലോ നേരെ പങ്കജിന് മുന്നിൽ ചെന്ന് നിന്നു. രണ്ടടി അവന്റെ കാരണം നോക്കി അങ്ങ് വെച്ചു കൊടുത്തു. അപ്പം ഇതിൽ കൂടുതലൊന്നും തൽക്കാലത്തേക്ക് പങ്കജിന് കിട്ടാനില്ലല്ലോ. പിന്നെ പങ്കജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമാണ് ഇത്രയും കാലവും അനുഭവിച്ചു വന്നിരുന്ന നമ്മുടെ രോഹിത്തിന്റെ സ്വത്തുക്കൾ. അപ്പം ആ സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പങ്കജിനെയും രഞ്ജിതയും ഒക്കെ എന്തിനു കൊള്ളാനാണ്? അങ്ങനെ കരണം പൊത്തി അടിയൊക്കെ കിട്ടിയത് കൊണ്ട് പങ്കജ് ആ ഒരു ക്ഷീണത്തിൽ നിൽക്കുമ്പം പൂജയാണെങ്കിൽ അപ്പുവിന്റെ ഒപ്പം അപ്പുവിനെ ചേർത്ത് പിടിച്ച് അങ്ങനെ അങ്ങ് പോവാണ്. ഈ സമയത്താണെങ്കിൽ പങ്കജാണെങ്കിൽ വിഷമിച്ചു. ഇനി എന്ത് ചെയ്യും, എന്ത് പറഞ്ഞാണ് ഇവളെ ഒന്ന് തൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക? അങ്ങനെ ആലോചനയിൽ മുഴുകി നിൽക്കുന്ന പങ്കജിനെ കാണിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ പ്രതീഷ് ആണെങ്കിൽ നേരെ പോവാണ്. അപ്പം നമ്മുടെ സ്വരമോൾക്ക് വേണ്ടിയിട്ട് പ്രതീഷ് ഒരു വീടൊക്കെ രഞ്ജിതയുടെ വീടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ കൊച്ചിനെ എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ അനിരുദ്ധും അനന്യയും എംബസിയിൽ നിന്ന് വന്ന മെയിലും ഒക്കെ ചെക്ക് ചെയ്ത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അനിരുദ്ധിനെ കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അനന്യ. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് പ്രതീഷ് നേരെ ചെല്ലുകയാണ് നമ്മുടെ അനന്യയുടെ അടുത്തേക്ക്. എവിടെയാ ചേച്ചി, സ്വരമോൾ എവിടെയാന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സ്വരമോൾ ഇവിടെയുണ്ട് പ്രതീക്ഷ, എന്താ കാര്യമെന്ന് അനന്യ തിരിച്ചു ചോദിക്കുകയാണ്. എനിക്കൊരു കാര്യമുണ്ട്, എൻ്റെ മോളോട് നിങ്ങൾ സത്യങ്ങൾ പറയില്ലെന്നല്ലേ പറഞ്ഞത്? ഇനി ഒരു കാര്യം ചെയ്യാം, അവളോട് സകല സത്യങ്ങളും ഞാൻ തന്നെ തുറന്നു പറയാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ അനന്യ പറഞ്ഞു, പ്രതീക്ഷ ചതിക്കരുത്, ദയവ് ചെയ്ത് കുഞ്ഞിനോട് നീ സത്യങ്ങളൊന്നും പറയരുത്. ദേ അവള് ഞങ്ങൾ പൊന്നു പോലെയല്ലേടാ നോക്കുന്നത്. നീ ജയിലിലായിരുന്ന സമയത്ത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ മോൾക്ക് ഒരു കുറവും വരാതെ സ്വന്തം മകളെ പോലെ ഞാനും നിന്റെ ഏട്ടനെ നോക്കി. അതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക. സ്വരമോളെ പിരിഞ്ഞ് ഞങ്ങൾക്കൊരു ജീവിതം ഇല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്യയാണെങ്കിൽ പ്രതീഷിനോട് കാല് പിടിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. നിങ്ങളോട് ഞാൻ പറയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു വീട് റെഡിയാക്കിയിട്ടുണ്ട്.
എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിലേക്ക് മാറണം. ഒന്നെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ എൻ്റെ മോളോട് സത്യങ്ങളെല്ലാം ഞാൻ തന്നെ തുറന്നു പറയുമെന്നും പറഞ്ഞ് പ്രതീക്ഷ ഇങ്ങനെ നിർബന്ധം പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും അനനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലാണ്. അപ്പം ദാ നേരെ നമ്മുടെ പൂജ ചെല്ലുന്നത് രഞ്ജിതാൻ്റിയുടെ അടുത്തേക്കാണ്. അപ്പം അപ്പു കൊണ്ട് കൂടെ. പൂജ അവിടെ ചെന്ന പാടെ തന്നെ രഞ്ജിതയും അരവിന്ദനും കൂടി ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം ഇവരുടെ ഈ ഒരു ഡിസ്കഷനൊക്കെ കേട്ട് നേരെ ചെന്നിട്ട് നമ്മുടെ പൂജയാണെങ്കിൽ, ആ പൂജ മോളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നേന്ന് ചോദിച്ച് രഞ്ജിതയാണെങ്കിൽ വലിയ കാര്യത്തിന് പൂജ അവിടെ പിടിച്ചിരുത്തി. അപ്പൊ പൂജയാണെങ്കിലും, ആൻറ്റി ഞാൻ ആൻറ്റിയുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല. ആൻറ്റിക്ക് ഞാനൊരു വാക്ക് തന്നായിരുന്നു. എന്താണെന്ന് ആൻറ്റിക്ക് അറിയാലോ. മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നമ്മുടെ രഞ്ജിത പൂജയോട് ചോദിക്കുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിൽ ഹോട്ടൽ റൂമിൽ വെച്ച് ആൻറ്റിയുടെ പുന്നാര മകനെയും അവൻ്റെ അവിഹിതക്കാരിയെയും കൂടി കയ്യോടുകൂടി താൻ പൊക്കിയ കാര്യമൊക്കെ നമ്മുടെ പൂജ രഞ്ജിതയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇത്രയും കാലവും നല്ലവനായിട്ട് അവൻ നല്ല രീതിയിൽ അങ്ങ് അഭിനയിച്ചു. ഇപ്പോഴാണ് എനിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുപോലെ ഞാൻ ആൻറ്റിക്കൊരു വാക്ക് തന്നായിരുന്നു. എൻ്റെ അമ്മയെ വരെ വെറുപ്പിച്ചിട്ട് ഞാൻ പങ്കജിനെ വിവാഹം കഴിക്കാമെന്നുള്ളൊരു വാക്ക്. ആ വാക്ക് ഇതേ ഇപ്പം തിരിച്ചെടുക്കുകയാണെന്നുള്ള കാര്യം നമ്മുടെ പൂജ രഞ്ജിതയുടെ മുഖത്ത് നോക്കി പറയുമ്പോഴാണ് ഇത്രയും ദിവസവും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മുഴുവനും ഫ്ലോപ്പായി പോയല്ലോ എന്ന് ആലോചിച്ച് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ തകർന്ന് നിൽക്കുകയാണ്. മോളെ നിനക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത മകനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ പൂജയാണെങ്കിൽ ഇതൊക്കെ കണ്ണിൽ കണ്ടതായതുകൊണ്ട് തന്നെ അവൾ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ കൂടുതലൊന്നും ഈ പൂജയ്ക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പടിയിറങ്ങുമ്പോഴത്തേക്കിനും സകലതും നഷ്ടപ്പെട്ട് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ പങ്കജിനെ കൊല്ലാനുള്ള അരിശത്തോടു കൂടി ആ വീട്ടിൽ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ പൂജ നേരെ നമ്മുടെ സുമിത്രയുടെ അടുത്ത് ചെല്ലുകയാണ്. സുമിത്രയുടെ അടുത്ത് ചെന്നതും താൻ ഇത്രയും കാലവും തൻ്റെ അമ്മയെ വിഷമിപ്പിക്കുകയായിരുന്നു. അമ്മ എന്നോട് ക്ഷമിക്കണം. രഞ്ജിതാൻ്റെയും അതുപോലെ തന്നെ പങ്കജും ഒക്കെ അവർ ദുഷ്ടക്കൂട്ടങ്ങളാണ് എന്നുള്ള കാര്യം ഇപ്പോഴാണമ്മ എനിക്ക് മനസ്സിലായത്. അമ്മ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജ ഇത്രയും ദിവസം നമ്മുടെ സുമിത്രയിട്ട് വിഷമിപ്പിച്ചല്ലോ, അതിനൊക്കെ ഇവളിങ്ങനെ മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ തൻ്റെ മകളെ തനിക്ക് തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ സുമിത്രയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബ വിളക്കിൻ്റെ നാളത്തെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, ഓളെന്ന് എനേബിൾ ചെയ്തിടുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക്